അങ്ങനെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കിപ്പോൾ കിട്ടുന്ന ചില വിവരങ്ങളാണ്. അത് സമ്പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല, അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. കാര്യങ്ങൾ ഇനി ഒരുപാട് അകത്താണ് നടക്കുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ, അടിസ്ഥാന ശമ്പളം 23,000 രൂപയിൽ നിന്ന് 31,740 രൂപയാക്കി മാറാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞ ശമ്പളം 23,000 രൂപ ആയിരുന്നു, അത് 31,740 രൂപയായി ഉയരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ DA കുടിശ്ശിക ഉടൻ തന്നെ കൊടുത്തു തുടങ്ങാനുള്ള പരിപാടി നടക്കുന്നു. അത് ചിലപ്പോൾ 8 ഘട്ടം എന്നുള്ളത് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. വരുന്ന ക്യാബിനറ്റിൽ അതിൻ്റെ തീരുമാനവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ക്യാബിനറ്റിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടല്ല ക്യാബിനറ്റ് നോട്ട് എഴുതണം. എന്നാലും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഫിനാൻസിൽ നിന്നൊക്കെ നമ്മൾ അന്വേഷിച്ചെടുക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ്. വരുന്ന DA അവർക്ക് ഈ 8 ഗഡു എന്നുള്ളത് കുറച്ച് കൊടുക്കാൻ, ചിലപ്പോൾ 1, 2, 3 ഗഡു ഒന്നിച്ച് കൊടുക്കാനുള്ള, 3, 4 ഗഡു ചിലപ്പോൾ ഒന്നിച്ച് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനമാണ്. ബാലഗോപാലാണ് ശരിക്ക് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചത്. അത് റിപ്പോർട്ട് 3 മാസത്തിനകം നൽകണം എന്നാണ് മാർച്ച് മാസം 16-ാം തീയതി പറഞ്ഞത്. ഏപ്രിൽ 16, മെയ് 16, ജൂൺ 16. അങ്ങനെയാണെങ്കിൽ 3 മാസത്തിനകത്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. 3 മാസത്തിനകത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നുള്ള വർക്ക് ഇനി കൊടുക്കുമെന്നാണ് നമ്മൾ കഴിയുന്നത്. ഡോക്ടർ VP ജോയിയാണ് ഇതിൻ്റെ VP ജോയിയാണ് ഇതിൻ്റെ ആള്, പ്രധാനപ്പെട്ട ആൾ. പിന്നെ മറ്റ് രാജഗോപാലൻ നായർ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജഗോപാലൻ നായരെ പക്ഷേ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഗവൺമെൻറ് മാറിയപ്പോൾ ചിലപ്പോൾ അതേ രാജിവെക്കുകയാണെങ്കിൽ പുതിയ ആളെ വെക്കും. അത് വച്ചുകൊണ്ടായിരിക്കും ഇത് പോകുന്നത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെയും പേപ്പർ വർക്കുകൾ തീർന്നുവെന്നാണ് അറിയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിലെ ജീവനക്കാർക്കും കേരള സർക്കാരിലെ ജീവനക്കാർക്കും വളരെ ആനന്ദത്തിനും സന്തോഷത്തിലുള്ള ദിവസങ്ങളാണ് വരുന്നത്. അവിടെയും കേന്ദ്രത്തിൻ്റെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനും വളരെ ഗൗരവമായ റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കാര്യങ്ങൾ വന്നു. ഇവിടെ കേരളത്തിലാണെങ്കിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീലത എന്ന് പറയുന്ന അഡീഷണൽ സെക്രട്ടറി, റിട്ടയർഡ് ആയിട്ടുള്ള അഡീഷണൽ സെക്രട്ടറി ഇതിനകത്തുണ്ട്. ചിലപ്പോൾ അവരും രാജിവെക്കാനും മാറാനുമുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനി ഫിനാൻസ് വകുപ്പിൽ നിന്നായിരുന്നതുകൊണ്ട് അവരെ മാറ്റില്ലായിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ അഡീഷണൽ സെക്രട്ടറി BR ശോഭ ആണ് കമ്മീഷൻ്റെ സെക്രട്ടറിയായിട്ട് വെച്ചിരിക്കുന്നത്. അവരെന്തായാലും മാറാൻ സാധ്യതയില്ല. 3 മാസമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ അത് ഈ 3 മാസം കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ സമയം നീട്ടാനാണ് എല്ലാ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേ കമ്മീഷൻ്റെ മിനിമം സാലറി എത്ര വരും എന്നുള്ള കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ മിനിമം സാലറി 69,000 രൂപ ആകുമെന്നാണ് കേൾക്കുന്നത്. അത് 10 വർഷത്തിലൊരിക്കലാണ് പരിഷ്കരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേരളമായിട്ട് നോക്കുമ്പോൾ. എന്തായാലും അത് 69,000 രൂപയായി കൂടാൻ സാധ്യതയുണ്ട്. ഫിറ്റ്മെൻറ്റ് ഫാക്ടർ 3.83% ഉയർത്താനും കേന്ദ്രത്തിൽ നിർദ്ദേശമുണ്ട്. ഇവിടത്തത് നേരത്തെ 10% 15%, 20% വരെയായി, പിന്നെ കുറച്ച് 12%-ലേക്ക് പോയി. അവിടുത്തെ ഫിറ്റ്മെൻറ്റ് അലവൻസിനെ സംബന്ധിച്ച് കേരളത്തിലെ 12ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ ഫിറ്റ്മെൻറ്റ് അലവൻസിനെ സംബന്ധിച്ചൊരു ധാരണ നമുക്ക് ആയിട്ടില്ല. അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേ കേന്ദ്രത്തിൽ 3.83 ഫിറ്റ്മെൻറ്റ് ഫാക്ടർ ഉയർത്തണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ യൂണിയനുകൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത് 18,000 രൂപ എന്നുള്ള നിലവിലുള്ളത് 69,000 രൂപ ആക്കുകയാണ്. അതുപോലെ തന്നെ 2.57 ഫിറ്റ്മെൻറ്റ് അലവൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. എവിടെയാണ്? കേന്ദ്രത്തിലാണ് ഞാൻ പറയുന്നത്. അതിന് 3.83 ഉയർത്തുകയെന്നുള്ളതാണ്. വാർഷിക ഇൻക്രിമെൻറ്റ് വേണം. അലവൻസ്, വീട്ടുവാടക അലവൻസ് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകണം. വീട്ടുവാടക അലവൻസ് കൂട്ടണം. ശമ്പള പരിഷ്കരണ ചരിത്ര യൂണിയനുകളുടെ ആവശ്യങ്ങളും സർക്കാർ അങ്ങനെയ്ക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാലാകാലങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. ഫിറ്റ്മെൻറ്റ് ഫാക്ടർ 3.2 വരെയുള്ള നിലവാരത്തിലേക്ക് ഉയർത്താം. 3.87 ചോദിച്ചെങ്കിലും 3.2 വരെ ചിലപ്പോൾ പോകാം. ചിലപ്പോൾ 3-ൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3.2 വരികയാണെങ്കിൽ മിനിമം ശമ്പളം എന്ന് പറയുന്നത് 54,000 രൂപയ്ക്കും 58,000 രൂപയ്ക്കും ഇടയിലാവും. പക്ഷേ യൂണിയനുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ 69,000 രൂപ വരെ അടിസ്ഥാന ശമ്പളം പോകും. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ആഘാതം നോക്കും, ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കും, വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം നോക്കും. ഇതെല്ലാം നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അല്ല വെറുതെ അങ്ങോട്ട് ഗവൺമെൻറ് ചെയ്യത്തില്ല. അപ്പോൾ ശമ്പളം പരിഷ്കരണം ഒറ്റയടിക്കല്ലാതെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുന്നത്. 69,000 രൂപ എന്ന മിനിമം ശമ്പളത്തിലേക്ക് പോകുമോ, 58,000 രൂപയുള്ള മിനിമം ശമ്പളത്തിലേക്ക് പോകുമോ എന്നുള്ളത് അറിയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ കൂടി വരുമ്പോഴാണ്. പിന്നെ കേരളത്തിൽ സർവീസ് വെയിറ്റേജ് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. സർവീസ് വെയിറ്റേജ് ഉണ്ടെങ്കിൽ അതിനും ഒരു തുക കിട്ടും. പിന്നെ HRA, DA, TA, DA ഇങ്ങനെ കുറേ അലവൻസുകളുണ്ട്. ഈ അലവൻസുകളെല്ലാം ഏൺഡ് ലീവ്. ഇനി ഏൺഡ് ലീവ് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ ഗവൺമെൻറ് കീഴിൽ
എന്തായാലും കുറേ അധികം കാര്യങ്ങളിൽ മനുഷ്യപ്പറ്റുള്ള ഒരു തീരുമാനങ്ങളാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തെടുത്ത് പോകുന്നത്. പക്ഷേ ഫിനാൻസ് വകുപ്പിൻ്റെ തീരുമാനങ്ങൾ കൂടി ഇതിനകത്ത് എളുപ്പം സ്വാധീനിക്കും. സാമ്പത്തിക ബാധ്യത ഇതിനകത്ത് നോക്കും. കാരണം ഇപ്പോൾ ധവളപത്രം വരുന്നു. ഇനിയിപ്പോൾ പണം ഉണ്ടെന്ന് 6000 കോടി രൂപ ഉണ്ടെന്നാണ് ബാലഗോപാൽ പറയുന്നത്. പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതാണ്. എന്താണ്, പൂച്ചയാണോ പെറ്റ് കിടക്കുന്ന, പണമുണ്ടോ, എല്ലാ കാര്യവും ഇനിയിപ്പോൾ നമുക്ക് വളരെ അടുത്ത ദിവസങ്ങളിൽ ധവളപത്രം 10 ദിവസത്തിനകത്ത് പുറത്തു വരും. അപ്പോൾ അറിയാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ വലിയ ഒരു സംവിധാനമാണ് വരുന്നതെന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ശമ്പള പരിഷ്കരണത്തിൻ്റെ 12ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ നടപടികൾ നീങ്ങുന്നു. അത് മിനിമം സാലറി ഞാൻ സൂചിപ്പിച്ചു. അത് പിന്നെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കേന്ദ്ര നടപടി ആൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ അത് അടുത്ത മാസങ്ങൾ മുതൽ കൊടുത്തു തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെ ജൂൺ 16 വരെയാണ് നമ്മൾ ഡേറ്റ് വന്നിരിക്കുന്നത്. ജൂൺ 16 നീളാനുള്ള സാധ്യതയുള്ളത്. കാരണം ഇലക്ഷൻ സമയമായിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനും അത് പഠിക്കണം. കാരണം ഇപ്പോൾ 10 ദിവസത്തിനകത്ത് എന്ത് വരുന്നു, ഈ പിന്നെ ധവളപത്രം തുറത്തിൻ്റെ വർക്ക് KR ജ്യോതിലാൽ IAS അവർക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ ഇത് വരുന്നു, ഉടനെ തന്നെ എന്ത് വരുന്നു, ബഡ്ജറ്റ് വരുന്നു ജൂൺ 26-ന്. അപ്പോൾ വലിയ തിരക്കാണ് ഈ മാസങ്ങളിൽ. അതുകൊണ്ട് മാറ്റിവെക്കാനാണ് സാധ്യത. ശമ്പള പരിഷ്കരണത്തിൻ്റെ പീരീഡ് ഒരു 3 മാസം കൂടെ നീട്ടാനാണ് സാധ്യത. കമ്മിറ്റി ചിലപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.